നമസ്തേ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും പലരും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ചയാവുകയാണ്. സുരക്ഷാ ആശങ്കകൾ ഉയർന്നതിനെ തുടർന്ന് 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ അഥവാ FDC മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2 അല്ലെങ്കിൽ അതിലധികം മരുന്നുകളുടെ ഘടനകൾ ഒരൊറ്റ ഗുളികയിലോ ക്യാപ്സ്യൂളിലോ സിറപ്പിലോ ചേർക്കുന്നതാണ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ. പല സാഹചര്യങ്ങളിലും ഇത്തരം മരുന്നുകൾ രോഗികൾക്ക് സൗകര്യമാകാം. എന്നാൽ എല്ലാ കോമ്പിനേഷനുകളും ശാസ്ത്രീയമായ സുരക്ഷിതമാണെന്ന് ഉറപ്പില്ല. ചില കൂട്ടുമരുന്നുകൾ ശരീരത്തിൽ അനാവശ്യ പ്രതികരണങ്ങൾ ഉണ്ടാക്കാനും ചികിത്സയുടെ ഫലപ്രാപ്തി കുറയ്ക്കാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചത്. നിരോധിക്കുന്ന ഈ മരുന്നുകൾ വിപണിയിൽ നിന്ന് ഉടൻ പിൻവലിക്കാനും നിർമ്മാതാക്കളോടും വിതരണക്കാരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണയായി ഒരു രോഗത്തിന് ഒരു പ്രത്യേക ഘടകം ഉപയോഗിക്കുന്നതിന് പകരം ഒരേ മരുന്നിൽ ഒന്നിലധികം ഘടകങ്ങൾ ചേർക്കുന്ന രീതിയാണ് FDC. ഉദാഹരണത്തിന് വേദന, പനി, അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിലധികം ഘടകങ്ങൾ ചേർത്ത മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇത്തരം മരുന്നുകൾ ചില സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗപ്രദമാകാം. എന്നാൽ രോഗിയുടെ പ്രായം, ആരോഗ്യനില, മറ്റു മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാതെ ഉപയോഗിച്ചാൽ അപകട സാധ്യത ഉണ്ടാകും. കേന്ദ്ര സർക്കാർ നടത്തിയ പരിശോധനകളിൽ വിദഗ്ധ സമിതികളുടെ വിലയിരുത്തലുകളിലും ചില FDC മരുന്നുകൾക്ക് മിതമായ ചികിത്സാ പ്രയോജനം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ചില സാഹചര്യങ്ങളിൽ മനുഷ്യാരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. ഒരു മരുന്ന് വിപണിയിൽ എത്തുന്നതിന് മുൻപ് അതിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ കാലക്രമേണ ചില കൂട്ടുമരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നാൽ സർക്കാർ ഇടപെടാറുണ്ട്. മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം മൂലം ഉണ്ടാവുന്ന പാർശ്വഫലങ്ങൾ ഒഴിവാക്കുകയാണ് ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യം. ഈ വാർത്ത പുറത്തു വന്നതോടെ പലർക്കും ആശങ്കയുണ്ടാകാം. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമല്ല. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മരുന്നുകൾ സ്വയം വാങ്ങി കഴിക്കുന്ന ശീലം ഒഴിവാക്കുക എന്നതാണ്. ഒരു മരുന്ന് വർഷങ്ങളായി ഉപയോഗിക്കുന്നവർ പോലും അതിന്റെ ഘടകങ്ങൾ എന്താണെന്ന് പരിശോധിക്കണം. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നാണെങ്കിലും സ്വമേധയായി നിർത്തുന്നതിന് മുൻപ് ഡോക്ടറുമായി ബന്ധപ്പെടണം. മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ചെറിയ അസുഖങ്ങൾക്കായി പോലും പലരും കോമ്പിനേഷൻ മരുന്നുകൾ വാങ്ങാറുണ്ട്. തലവേദന, പനി, ജലദോഷം തുടങ്ങിയ സാധാരണ പ്രശ്നങ്ങൾക്ക് പോലും പലരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ കഴിക്കാറുണ്ട്. ഈ ശീലം ആരോഗ്യത്തിന് അപകടകരമാകും. മരുന്നിന് പേര് മാത്രമല്ല, അതിന്റെ ഘടകങ്ങളും പരിശോധിക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. ഒരേ സമയം പല മരുന്നുകളും കഴിക്കുന്നവർ ഡോക്ടറോട് അറിയിക്കണം. കുട്ടികൾക്കും പ്രായമായവർക്കും മരുന്ന് നൽകുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. കേന്ദ്രത്തിന്റെ ഈ നടപടി മരുന്ന് നിർമ്മാതാക്കൾക്കും വലിയ സന്ദേശമാണ്. രോഗികളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. ഒരു മരുന്ന് വിപണിയിൽ എത്തിക്കുന്നത് ലാഭത്തിനായി മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ വരുന്നത്. മരുന്നുകൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പ്രധാന ഉപാധിയാണ്. എന്നാൽ ശരിയായ മരുന്ന് ശരിയായ അളവിൽ ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ മാത്രമാണ് അത് ഗുണകരമാകുന്നത്. കേന്ദ്ര സർക്കാർ നിരോധിച്ച 16 FDC മരുന്നുകളുടെ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വയം ചികിത്സ ഒഴിവാക്കി വിദഗ്ധരുടെ നിർദ്ദേശം തേടണം. മരുന്ന് ഒഴിവാക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക. കാരണം ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം.